ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് തുടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ചെറിയൊരു ഇടിവ് കാണാൻ സാധിച്ചു. നിഫ്റ്റി 50 ഇന്ന് 25,935 ക്ലോസ് ചെയ്തപ്പോൾ 67 പോയിന്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് 42 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 60,626 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 60,735 ക്ലോസ് ചെയ്തപ്പോൾ 294 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 65 പോയിന്റ്സ് ഉയർന്ന് 17,451 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 11.66 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 208 പോയിന്റ്സ് ഉയർന്ന് 84,273 ക്ലോസ് ചെയ്തു. DIA-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIM FII എന്ന നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIA 1,174 കോടി നെറ്റ് ബൈ ആയിരുന്നു നടത്തിയത്. FIയുടെ ഭാഗത്തു നിന്ന് 69 കോടി രൂപയുടെ നെറ്റ് ബൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബൈ FI കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ മാർക്കറ്റിന് ഗുണകരമാകും. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി മീഡിയ എന്ന് എബൌട്ട് 2% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് എബൌട്ട് 1% റാലിയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ 381 പോയിന്റ്സ് ഉയർന്ന് 28,173 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 36,671 ക്ലോസ് ചെയ്തപ്പോൾ 92 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 632 പോയിന്റ്സ് ഉയർന്ന് 28,186 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 83 പോയിന്റ്സിൻ്റെ ഉയർച്ച കാണാൻ സാധിച്ചു. 52,130 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇന്ന് 38 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 14,275 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 22 പോയിന്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത് 9636 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 105 പോയിന്റ്സ് ഉയർന്ന് 35,722 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 34 പോയിന്റ്സിൻ്റെ ഉയർച്ച ഉണ്ടായി 1486 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 98 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 12,228 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 41 പോയിന്റ്സ് ഉയർന്ന് 12,297 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 80 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 22,210 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 17 പോയിന്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത് 9155 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 3 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 849 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 25,693 സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 25,935 നിൽക്കുമ്പോൾ ഈ ആഴ്ച ആകെ 241 പോയിന്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടത്. 0.94% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിന്ന നിഫ്റ്റി ഇന്ന് 25,935 നിൽക്കുമ്പോൾ 0.74% ഫോളാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാർച്ചിൽ 1-ാം തീയതി, അത് 2025 മാർച്ച് 1-ാം തീയതി 22,124 നിഫ്റ്റി ഇന്ന് 25,935 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 മാസമായിട്ട് 17.22% പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,826 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,100 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റേണൽ 5.19% റാലി നടത്തി. ടാറ്റ സ്റ്റീൽ 2.98% റാലി നടത്തി. ONGC 2.08%, ബജാജ് ഓട്ടോ 1.92%, M&M 1.83%, പവർ ഗ്രിഡ് 1.59%, ടെക് മഹീന്ദ്ര 1.41%, ഏഷ്യ മോട്ടോഴ്സ് 1.40%, NTPC 1.38% ആൻഡ് L&T 1.35% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് HCL ടെക് 1.80% ഫോളോ കണ്ടു. ബജാജ് ഫിനാൻസ് 1.79% ഫോളോ നടത്തി. ഡോക്ടർ റെഡ്ഡീസ് 1.53%, ശ്രീറാം ഫിനാൻസ് 1.33%, ഭാരതി എയർടെൽ 1.32%, ടാറ്റ കൺസ്യൂമർ 1.29%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.98%, അദാനി എൻ്റർപ്രൈസ് 0.96%, HDFC Life 0.56% ആൻഡ് HDFC ബാങ്ക് 0.52% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയേഴ്സ് അല്ല റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ US എന്ന് ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡേറ്റ വരുന്നുണ്ട് 11 ഫെബ്രുവരിക്ക്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.